യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്, നമ്മൾ തീക്ഷ്ണതയോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ സഹായിക്കാനായിട്ട് കർത്താവ് ഒരു ദൂതനെ അയക്കും എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടാകും. നമ്മളൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത്, ഒരു രോഗത്തിലായിരിക്കുന്ന സമയത്ത്, ഒരു ഞെരുക്കത്തിലായിരിക്കുന്ന സമയത്ത്, ഒരു സഹനത്തിലായിരിക്കുന്ന സമയത്ത് ദൈവദൂതന്മാരെ പോലെ ചിലരൊക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ ദൂതനെ അയക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ഈശോ ഗെത്സമനയിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവൻ എത്രമാത്രം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അത്രയും വേദനയോടെ, തീക്ഷ്ണതയോടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, അപ്പോൾ ആ സമയത്ത് അവനെ ശക്തിപ്പെടുത്താനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഈശോ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു ദൂതൻ വരികയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 43-ാം തിരുവചനത്തിലാണ് നമ്മൾ കാണുന്നത്, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ സഹായിക്കാനായിട്ട് കർത്താവിൻ്റെ ദൂതൻ വരും. നമ്മൾ വളരെ ബലഹീനരാണ്, നിസ്സഹായരാണ്. ഒരു രോഗം വന്നു നമ്മൾ തളർന്നു പോകാം, ഒരു പ്രതിസന്ധി വന്നു നമ്മൾ തളർന്നു പോകാം. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തി ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ദൂതൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തി ലഭിക്കും. പല രീതിയിൽ ഈ ദൂതന്മാർ വരും. ചില വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കർത്താവിന് ഇടപെടാം. കർത്താവ് ദൂതന്മാരെ അയക്കും. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. വലിയ ഞെരുക്കത്തിലായിരുന്ന, വലിയ കടബാധ്യതയിലൂടെയൊക്കെ കടന്നു പോകുന്നവരൊക്കെ ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിലൂടെ വന്ന് അവരുടെ സാമ്പത്തിക മേഖലയിൽ സഹായം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി അനുഭവം. അപ്പോൾ അവർ പറയാറുണ്ട്, ആ ദിവസങ്ങളൊക്കെ കണ്ണുനീരോടെ, തീക്ഷ്ണതയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വ്യക്തി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ നമുക്ക് പറ്റിയൊരു നല്ലൊരു ഡോക്ടറെ കാണാനിട വന്നു. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു സഹനത്തിൽ നല്ലൊരു ആത്മീയ ഗുരുവിനെ കാണാൻ പറ്റുക. അപ്പോൾ പല രീതിയിൽ ദൈവദൂതന്മാരായിരിക്കും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഒരുപക്ഷെ നീ വേദനയിലായിരിക്കാം, നിരാശയിലായിരിക്കാം, രോഗത്തിലായിരിക്കാം, കടബാധ്യതയിലായിരിക്കാം, വലിയ തടസ്സത്തിലായിരിക്കാം, ബന്ധനത്തിലായിരിക്കാം. എന്തു ആയിക്കൊള്ളട്ടെ, നീ വിശ്വസിക്കുക. നീ വിശ്വാസത്തോടെ കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. കർത്താവ് ഒരു ദൂതനെ നിന്റെ അടുക്കിലേക്ക് അയക്കും. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക, തീക്ഷ്ണതയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം ഒരു ദൂതനെ അയക്കും, നിന്നെ സഹായിക്കും. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ തടസ്സങ്ങളിലൂടെ, രോഗാവസ്ഥയിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ അങ്ങയുടെ ദൂതന്മാരയച്ച് ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.